ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇലക്ഷൻ ക്യാമ്പയിനിങ്ങും ക്യാൻവാസിങ്ങും ഒക്കെയാണ് ഇത്രയും നേരം ലൈവിൽ നടന്നത്. പവർ ഷോപ്പിംഗിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ ചോദിച്ച് അറിയാം. ജയിൽ നോമിനേഷന്റെ സമയത്ത് നിങ്ങളെ നോമിനേറ്റ് ചെയ്യില്ല. ക്യാപ്റ്റൻസിയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പവർ ടീമിന്റെ വാഗ്ദാനങ്ങൾ. ഇതുവരെ അവരിൽ നിന്നും കിട്ടാത്ത ബഹുമാനം, റെസ്പെക്ട്, മാനസിക പരിഗണന ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരും. അവരുടെ ജാമ്യയിലും ഹണിയിലും ഒന്നും വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക എന്നാണ് ടണൽ ടീം പറയുന്നത്. രണ്ടുപേരുടെയും ക്യാൻവാസിങ് രണ്ട് രീതിയിലായിരുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഓൾറെഡി ഇപ്പോഴത്തെ പവർ ടീമിന്റെ ഒരു ഇമേജ് വളരെ മോശമാണ് ഹൗസിനുള്ളിൽ. അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഇൻഡിവിജ്വൽ ആയിട്ട് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞത്. നമ്മുടെ ജിൻഡോ ആദ്യം പവർ ടീമിന്റെ കൂടെ നിൽക്കുമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സായിയും പിന്നെ അഭിഷേക് കെയും ഒട്ടും ടീം മൊത്തം ജിൻഡോ ഒഴികെ പവർ ടീമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ടീം ആണെങ്കിൽ ടണൽ ടീമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ജിൻഡോ ഇത് തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ ടീമില് പാർട്ടിസിപ്പൻസ് കുറവാണ്, 3 പേരേ ഉള്ളൂ. റസ്മിൻ ഔട്ടാണ്. ആ ഒരു പരിഗണനയുടെ പുറത്താണ് ജിൻഡോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നിട്ട് പിന്നീട് ലിവിംഗ് റൂമിൽ നിന്നപ്പോ ജിൻഡോ കളി അങ്ങ് മാറ്റി. ബിഗ് ബോസ് വീണ്ടും ഒരു അനൗൺസ്മെന്റ് നടത്തിയതോടെ ജാനുവിനെ ഓർത്ത് പ്ലേറ്റ് മാറ്റി ടണൽ ടീമിന്റെ കൂടെ കൂടി. ജയദീപ് ഒക്കെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ജിൻഡോനെ. പക്ഷെ ജിൻജാന്റെ ആത്മബന്ധം നമ്മൾ ഊഹിച്ചതിനും അപ്പുറമായിരുന്നു. ജയദീപിന് അത് മനസ്സിലായില്ല. ജിൻഡോ ലാസ്റ്റ് എടുത്ത തീരുമാനം തന്നെയാണ് ശരി. എന്തുകൊണ്ടും ടണൽ ടീം തന്നെയാണ് ജയിക്കാൻ യോഗ്യതയുള്ളത്. ജിൻഡോയ്ക്ക് അത്രയും ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ള, ജിൻഡോയുടെ നിലപാടുകളുമായി ഒട്ടും യോജിച്ചു പോവാത്തവർ തന്നെയാണ് അപ്പുറത്തെ ടീമിലുള്ളത്. അതുകൊണ്ട് ജിൻഡോ ടണൽ ടീമിന്റെ കൂടെ തന്നെ നിന്നാൽ മതി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജിൻഡോ കരയുന്നൊക്കെയുണ്ട്. ആദ്യമായിട്ടൊരു ഗെയിമിനെ ജിൻഡോ ഇമോഷണലായി എടുത്തു എന്നത് ഒരിക്കലും പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് ആരും കണക്കാക്കരുത്. എല്ലാവരും പരിഹസിച്ച് വിളിക്കുന്ന ഗ്രീൻ മാൻ, പച്ചയായ മനുഷ്യൻ, അത് തന്നെയാണ് ജിൻഡോ എന്ന് പുള്ളി വീണ്ടും തെളിയിച്ചു. ബുദ്ധി കൊണ്ട് കളിക്കേണ്ട സ്ഥലത്ത് ബുദ്ധി കൊണ്ടും പിന്നെ ഇമോഷണൽ ആവേണ്ട സ്ഥലത്ത് ഇമോഷണൽ ആവുകയും ചെയ്യണം. ആ രീതിയിലും അങ്ങനെയും ചിന്തിക്കണം. രണ്ട് രീതിയിലും കളിക്കാനുള്ള അവസരം ബിഗ് ബോസ് നമുക്ക് തരും. ഇതെല്ലാമാണ് ഈ ഒരു ഷോ, ഇതെല്ലാമാണ് ഈ ഒരു ഗെയിം. ജാൻമുണിയെ കൈവിട്ട് കളയാൻ ജിൻഡോയെ കൊണ്ടായില്ല. അതാണ് അവർ തമ്മിലുള്ള വലിബന്ധം. ഈ ടാസ്കിൽ അവർ വലിച്ച് ജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.